നമസ്കാരം. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ വീണ്ടും മരണമണി മുഴങ്ങുകയാണ്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഭീകരവാദികൾ ഓരോന്നായി പാകിസ്ഥാനിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന പരമ്പര തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമായ മുരിദ്കയിൽ നിന്നാണ്. ലഷ്കറിന്റെ മുതിർന്ന കമാൻഡർ ബിലാൽ ആരിഫ് സലഫി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും സംഘടനയുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ട എന്ന് കരുതപ്പെടുന്ന മർക്കസ് തൈബയ്ക്കുള്ളിൽ വെച്ച്. ഈദ് നമസ്കാരം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് നാടകീയമായ ഈ കൊലപാതകം നടന്നത്. വെടിയേറ്റും കുത്തേറ്റുമാണ് ബിലാൽ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ഇയാൾ. ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിലും സലഫിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മുരിദ്കയിലെ സംഘടനയുടെ ആസ്ഥാനത്ത് ഇത്രയും കനത്ത സുരക്ഷയുള്ളിടത്ത് കടന്നുകയറി ഒരാളെ വകവരുത്തണമെങ്കിൽ അത് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്ന് വ്യക്തം. മുൻപ് പാകിസ്ഥാനിൽ ഇത്തരം കൊലപാതകങ്ങൾ പതിവായിരുന്നു. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ തലപ്പത്തുള്ള പലരും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഹാഫിസ് സയീദിന്റെയും മസൂദ് അസറിന്റെയും അടുത്ത അനുയായികൾ പോലും ഇപ്പോൾ പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല. അജ്ഞാതരായ തോക്കുധാരികൾ എന്ന പ്രയോഗം ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കിടയിൽ ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അജ്ഞാതരുടെ വിളയാട്ടം പാകിസ്ഥാനിൽ കൂടിയത്. പാകിസ്ഥാൻ ഏജൻസികൾ പോലും ഈ കൊലപാതകങ്ങളിൽ പകച്ചു നിൽക്കുകയാണ്. ബിലാൽ ആരിഫ് സലഫിയുടെ മരണം ലഷ്കർ ഇ തോയ്ബയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരവാദികൾ ഓരോരുത്തരായി വിദേശ മണ്ണിൽ വീണുകൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ എത്രത്തോളം സുരക്ഷിത താവളമൊരുക്കിയാലും ഇത്തരം അജ്ഞാത ഇടപെടലുകൾ തുടരുമെന്ന സൂചനയാണ് മുരിദ്കയിലെ ഈ കൊലപാതകവും നൽകുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.